നമസ്കാരം. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗുമായി ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ CK പത്മനാഭൻ കമലിനെയും MT-യെയും ഗാന്ധിയെയും ഒപ്പം ചെഗുവേരയെയും കുറിച്ച് സംഘപരിവാർ ഈ ദിവസങ്ങളിൽ നടത്തിയ നിലപാടുകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CK പത്മനാഭൻ പീപ്പിൾ TV-യോട് അതാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ആദ്യ മണിക്കൂറുകൾ ചർച്ച ചെയ്യുന്നത്. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. സംഘപരിവാർ നിലപാടുകളെ തുറന്നെതിർത്ത് BJP നേതാവ് CK പത്മനാഭൻ കമലും MT-യും ചെഗുവേരയും ശരിയെന്നും കമലിന്റെ ദേശസ്നേഹം ആരും ചോദ്യം ചെയ്യേണ്ടെന്നും CK പത്മനാഭൻ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ആദ്യം CK പത്മനാഭൻ കമലിനെ കുറിച്ച് പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നമുക്കത് കാണാം. എല്ലാവർക്കുമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പ്രചരണ യാത്രയിൽ ഉന്നയിച്ച 3 വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഒരുക്കിയിട്ടുള്ള ഒരു ചതിക്കുഴിയിൽ ആളുകൾ വീണതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത്തരത്തിലൊരു ചർച്ച അത് BJPക്ക് ഗുണം ചെയ്യുമോ? അല്ല, കേരളം പോലെയുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് എന്താ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകതയുള്ളത്. ശരിയാണ്, കേരളം കുറേ കൂടി സാംസ്കാരികമായും രാഷ്ട്രീയമായും പ്രബുദ്ധതയാർജിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളൊരു വിഷയം ഇവിടെ നിന്ന് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചില വൈകാരികമായ ചില മുഹൂർത്തത്തിൽ പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ എന്നതിൽ കവിഞ്ഞ് അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ സിനിമാ രംഗത്തെ വളരെ സർഗ പ്രതിഭയാണ് ശ്രീ കമൽ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചറിയാം. അദ്ദേഹം കൊടുങ്ങല്ലൂരിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തറവാട്ടിലെ സന്തതിയാണ് അദ്ദേഹം എപ്പോഴും ആ ഒരു സാംസ്കാരിക പാരമ്പര്യം അദ്ദേഹം എപ്പോഴും വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല, സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരുപാട് നല്ല ഒന്നാന്തര സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഗദ്ദാമ എന്ന് പറയുന്ന ഒരു സിനിമ, അത് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ആ പ്രയാസങ്ങൾ അതിൻ്റെ പൂർണ്ണമായ തീവ്രതയോടും പൂർണ്ണമായ കലാസുഭഗതയോടും കൂടി ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു സിനിമയാണ് ഗദ്ദാമ. അതുപോലെ തന്നെ ഈ പുഴയും കടന്ന്, പെരുമഴയത്ത് എന്ന് തുടങ്ങി വളരെയധികം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ വളരെ സർഗാത്മകമായ രീതിയിൽ ആവിഷ്കരിച്ച് സിനിമാ രംഗത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അത്തരം സംഭാവനകൾ ആർക്കും തന്നെ നിഷേധിക്കാൻ വേണ്ടി സാധ്യമല്ല. ഒരുപക്ഷെ പലരും നടത്തുന്ന ദേശസ്നേഹ ഈ പ്രസംഗത്തെക്കാൾ വലിയ സ്വാധീനമുള്ള ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. കമലിനെ കുറിച്ചുള്ള സംഘപരിവാർ നിലപാടുകളെ തള്ളി CK പത്മനാഭൻ പറഞ്ഞതാണ് ഇപ്പോൾ കണ്ടത്. ഇനി MT-യെ കുറിച്ച് CKP. MT-യുടെ മറ്റ് സാഹിത്യ സൃഷ്ടികളുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു വലിയ സർഗാത്മക പ്രതിഭയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ വാസ്തവത്തിൽ മലയാള സാഹിത്യത്തെ വിശ്വത്തോളം തന്നെ ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വലിയ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം MT വാസുദേവൻ നായർ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. MT ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നതിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകൾ കല്ലെറിഞ്ഞു കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ നേരെ നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. MT-യുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊന്നും തന്നെ BJP-യുടെ നേതാക്കന്മാർ വിമർശനപരമായി പറഞ്ഞിട്ടില്ല. സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് നമുക്ക് പറയാം. MT വിമർശനത്തിന് അതീതനായ ഒരു വ്യക്തിയൊന്നുമല്ല MT വാസുദേവൻ നായർ. അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പല രചനകളും വളരെ വിശ്വ നിലവാരമുള്ള ഒന്നാന്തരം രചനകൾ അദ്ദേഹം MT വാസുദേവൻ നായർ നടത്തിയിട്ടുണ്ട്. കമലിനെ പോലെ MT-യെയും ന്യായീകരിച്ച CKP ചെഗുവേരയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്?
ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള ഒരാളാണ്, ഒരു നേതാവാണ് എന്ന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചെഗുവേരയാണ്. ചെഗുവേരയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ചെഗുവേര എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴ് ആ അഭിപ്രായത്തോട്, ഇപ്പോൾ ചെഗുവേരയ്ക്കെതിരെ വരുന്ന വിമർശനങ്ങളോട്, ചെഗുവേരയ്ക്കെതിരെ പറഞ്ഞ ഒരു കാര്യം അറിയാലോ, RSS അടക്കം പറയുന്ന കാര്യം, അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? എനിക്ക് പണ്ട് ചെഗുവേരയോടുണ്ടായിരുന്ന ആരാധന തന്നെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. പ്രതികരണം പോലും അർഹിക്കാത്ത വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറിയുടെ ഒന്ന് വായിക്കട്ടെ, ഓരോ ദിവസം എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഈ വിമോചനത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗം സായുധ വിപ്ലവത്തിൻ്റെ മാർഗമാണ്. ഈ സായുധ വിപ്ലവത്തിൻ്റെ മാർഗം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ഇപ്പം ഗാന്ധിജിയുടെ മാർഗം അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ട്. അതുപോലെ സായുധ വിപ്ലവത്തിൻ്റെ മാർഗം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ചെഗുവേരയുടെ ഒരു പ്രത്യേകത, ചെഗുവേര ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അലോപ്പതി ഇംഗ്ലീഷ് ഡോക്ടറാണ് ചെഗുവേര. അദ്ദേഹം ഫിഡൽ കാസ്ട്രോടൊപ്പം ഈ ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലുണ്ടല്ലോ, ആ കപ്പലിൽ ക്യൂബയിൽ വരികയാണ്. ക്യൂബയിലെ ഈ ബാറ്റിസ്റ്റ ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയായിരുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിപ്ലവ പരിപാടികളുമായി ആവിഷ്കരിച്ചുകൊണ്ട് പിന്നെ ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലിൽ കാസ്ട്രോയുടെ കൂടെ വന്ന് ക്യൂബയിൽ ഇറങ്ങിയാണ്. സായുധ വിപ്ലവത്തിൻ്റെ മാർഗ്ഗമാണ് ഗറില്ല വാർഫെയർ. ഈ ഗറില്ല വാർഫെയറിനെയൊക്കെ അതിൻ്റെ ഗറില്ല വാർഫെയർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് എന്നും പറയാം. മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹം ബൈ പ്രൊഫഷണൽ ഡോക്ടറാണ്. അദ്ദേഹം ഈ കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് വെട്ടിയിട്ടുണ്ട്. ഈ വിപ്ലവ മാർഗ്ഗത്തിൽ, സായുധ വിപ്ലവത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് പോയി സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ജനാധിപത്യ രീതിയിലുള്ള ഗാന്ധിയൻ സത്യാഗ്രഹമല്ല, അവരുടെ വേറൊരു രീതിയാണ്. അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് വെട്ടുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുറമുഖത്ത് ചുമട് ചുമക്കുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് തൊഴിലാളി, യഥാർത്ഥത്തിലുള്ള തൊഴിലാളി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം ഒക്കെ കഴിഞ്ഞ് ക്യൂബ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം ഫിഡൽ കാസ്ട്രോ വളരെ സമുന്നതമായൊരു പദവിയാണ് ചെഗുവേരയ്ക്ക് കൊടുത്തത്. വിദേശകാര്യ വകുപ്പ് അടക്കമുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ലോക സഞ്ചാരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യൂബയുടെ വിദേശ വകുപ്പ് മന്ത്രി വരുന്ന സമയത്ത് അതിന് അനുസരിച്ചിട്ടുള്ള സ്വീകരണങ്ങളും സൗകര്യങ്ങളുമൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ആ അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ഉള്ള സമയത്താണ് ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ഫിഡൽ കാസ്ട്രോവിന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോവുകയാണ്. ഈ കത്ത് ഇപ്പോഴും തുറന്ന് നോക്കരുത്, പിന്നീട് മാത്രമേ തുറക്കാവൂ എന്ന് പറയും. ഒരു കത്ത് എഴുതി വെച്ചിട്ട് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കാടുകളിൽ പോയിട്ട് അവിടെ ഗറില്ല വാർഫെയർ നടത്തി അദ്ദേഹം. ആ ഗറില്ല സമരമുറയിൽ കൂടിയിട്ട് നടത്തി. പിന്നെ അദ്ദേഹത്തെ ഇവരുടെ അമേരിക്കൻ CIA ആളുകൾ വന്ന് പിന്നെ പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചു കിട്ടിയതിന് ശേഷം വെടിവെച്ച് കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈ വെട്ടി മുറിച്ചിട്ടാണ് മാറ്റിയിട്ടാണ് പിന്നെ ആ മൃതശരീരം അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ ഈ വിപ്ലവമൊക്കെ നടത്തി, സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടത്തി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അധികാരത്തിൻ്റെ ഒരു അലങ്കാരവും ആഘോഷവും അതിൻ്റെ സുഖസൗകര്യങ്ങളുണ്ടല്ലോ, ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ പുറത്ത് ആരും കിടക്കില്ല. അത് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ രാജ്യത്തൊക്കെ കാണുന്നത്. അതിപ്പോൾ ഇതൊക്കെ പറയുന്ന ആളുകൾ ഒരു ഇരിക്കുന്ന കസേരയുണ്ടല്ലോ, അധികാര കസേര, ആ കസേരയിൽ ഒട്ടി ഇരുന്നു കൊണ്ട് അത് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരാക്രമങ്ങളും അക്രന്തരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏണസ്റ്റ് ചെഗുവേര അദ്ദേഹം ഈ വിപ്ലവം നടന്നതിന് ശേഷം ബൊളീവിയൻ കാടുകളിലേക്ക് ഗറില്ല യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോകുന്നത്. ആ ഗറില്ല തന്ത്ര യുദ്ധം അവിടെ ഉള്ള ചെഗുവേര ഡയറി ഉണ്ട്. ബൊളീവിയൻ ഡയറി വായിക്കണം. ഞാൻ യുവാക്കന്മാരോട് പറയുന്നതാണ്. ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു. അതിലൊരു മാറ്റവും തയ്യാറല്ല. കമലിനെയും MTയെയും ചെഗുവേരയെയും ന്യായീകരിച്ച് സംഘപരിവാർ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ CKP അവിടം കൊണ്ടും അവസാനിപ്പിച്ചില്ല. സംഘപരിവാർ നിലപാടുകളെ അടിമുടി തള്ളിക്കളയുന്ന രീതിയിൽ ഗാന്ധിയെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞു. മഹാത്മജി ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സന്ദേശം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം നവഖാലിയിലേക്കാണ് പോയത്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഇവിടെ ആർഭാടത്തിലൊന്നും അദ്ദേഹം നവഖാലിയിൽ പോയി അവിടെ മനുഷ്യ കൂട്ടക്കുരുതി നടന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ദിവസങ്ങളോട് ഉപവാസം കിടന്നു. ഒരു ദിവസം 10 ലക്ഷം ആളുകൾ അന്ന്
947 നോക്കണം 10 ലക്ഷം ആളുകളടക്കം ഗാന്ധിജിയുടെ ഉപവാസ പന്തലിൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഉപവാസത്തിൻ്റെ ശക്തി കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം അത്ര നൈർമല്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സത്യാഗ്രഹം ഇരിക്കുന്നു, ഉപവാസം ഇരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് ദേഷ്യം ഉണ്ടാവാൻ പാടില്ലെന്നാണ്. ആ ശത്രുക്കളോട് മനസ്സിൽ ദേഷ്യമില്ലാതെ നമ്മൾ ഉപവസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ വലിയ വഴി നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ തലമുറയെ സഞ്ചരിപ്പിക്കേണ്ടത്. CK പത്മനാഭൻ സംഘപരിവാർ നിലപാടുകൾക്കെതിരെ കമൽ, MT, ചെഗുവേര, മഹാത്മാഗാന്ധി എന്നിവരെക്കുറിച്ച് സംഘപരിവാർ എടുത്ത നിലപാടുകളെ പൂർണ്ണമായും തള്ളി വളരെ വിശദമായി തന്നെ പീപ്പിൾ TVക്ക് അഭിമുഖം നൽകിയിരിക്കുകയാണ്. ജോഷില, കണ്ണൂരിലെ പ്രതിനിധിക്കാണ് CK പത്മനാഭൻ ഈ അഭിമുഖം നൽകിയത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറിൽ ചർച്ച ചെയ്യുക. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് എന്നിവർ ആണ്. മറ്റതിഥികളും ചേരും. CK പത്മനാഭനുമായി അഭിമുഖം നടത്തിയ കണ്ണൂരിലെ പ്രതിനിധി ജോഷില ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ജോഷില, എന്താണ് CK പത്മനാഭൻ പറഞ്ഞത്? ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സംഘപരിവാർ നിലപാടുകളെ എതിർത്തത് CK പത്മനാഭൻ? ലാൽ, അല്പസമയം മുൻപാണ് ഞങ്ങൾ CK പത്മനാഭനെ പോയി കണ്ടത്. ദേശീയ നിർവാഹക സമിതി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇതുവരെ BJPയും സംഘപരിവാർ സംഘടനകളും ഇത്തരം വിഷയങ്ങൾ നടത്തിയ പ്രതികരണങ്ങളെ കുറിച്ച് ആരായുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചതും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. BJPയുടെ പ്രചരണ ജാഥ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന BJPയുടെ പ്രചരണ ജാഥ അത് തികച്ചും വീഴ്ച പറ്റി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. BJPയുടെയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുടെയും പ്രചാരണങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട്, മുഴുവൻ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ പ്രതികരണം ഉന്നയിച്ചത് ആദ്യമായി അദ്ദേഹം പറഞ്ഞത് കമലിന്റെ വിഷയം തന്നെയായിരുന്നു. കമലിനെ കുറിച്ച് BJP സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന പ്രചരണങ്ങൾ അത് മുഴുവൻ തെറ്റാണ്. കമൽ ഒരു ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവരെക്കാൾ ദേശസ്നേഹം പ്രകടിപ്പിച്ച ഒരാളാണ് കമൽ. അദ്ദേഹത്തിന്റെ സിനിമയായ ഗദ്ദാമയിലൂടെയും അതുപോലെ തന്നെ പെരുമഴയത്ത് ഈ പുഴയും കടന്ന് എന്നുള്ള സിനിമകളിലൂടെയും നമുക്കത് വ്യക്തമാകും. ഏറ്റവും അധികം ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന സിനിമകളാണ് അവയൊക്കെ തന്നെ. അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഇത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അടുത്തതായി അദ്ദേഹം പ്രതികരിച്ചത് MTയെ കുറിച്ചായിരുന്നു. MT ഒരു മഹാപർവ്വതമാണ്, ഹിമാലയത്തിനോട് ആണ് അദ്ദേഹം MTയെ ഉപമിച്ചത്. അതേസമയം അദ്ദേഹം MTയെ എതിർക്കുന്നവരെ കുറിച്ച്, MTക്ക് നേരെ വാളെടുക്കുന്നവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മലയെ കല്ലെറിയാൻ, പർവ്വതത്തെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അത്തരം BJPയുടെയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുടെയും അത്തരം പ്രചാരണങ്ങളെയും നീക്കങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഗാന്ധിജിയെ കുറിച്ചാണ്. ഗാന്ധിജി നയിച്ച സമരത്തെ കുറിച്ചാണ്. അദ്ദേഹം അതിനെയും വളരെ നല്ല രീതിയിൽ കാണുന്ന ഒരാളാണ്. നവഖാലിയിൽ അദ്ദേഹം നടത്തിയ പൊതുയോഗത്തെക്കുറിച്ചും അധികാരമോഹമില്ലാത്ത ഗാന്ധിജിയെക്കുറിച്ചും CK പത്മനാഭൻ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം അതിനിടയിൽ തന്നെ മറ്റൊരു രാഷ്ട്രീയം കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. CK പത്മനാഭൻ പറഞ്ഞ ഒരു കാര്യം, അധികാര കസേര, ഇന്ന് അധികാര കസേര പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അധികാരത്തിൽ രമിക്കുന്നവരാണ്. ആ അധികാരത്തിൽ രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ചെഗുവേര അടക്കമുള്ള, ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ചെയ്തത്. ശരി, ജോഷിലേക്ക് ഞാൻ തിരിച്ചെത്താം. അതിഥികൾ തയ്യാറാവുകയാണ്. അവരിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വന്ന പ്രേക്ഷകർക്കായി CK പത്മനാഭൻ, BJPയുടെ വലിയ നേതാവാണ് ശ്രീ CK പത്മനാഭൻ. അദ്ദേഹം ഈ സംഘപരിവാർ നിലപാടുകളെ BJPയുടെ തന്നെ ഈ അടുത്ത് നടന്ന, ഇന്നലെ അവസാനിച്ച യാത്രയെ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ കമലിനെയും MTയെയും ചെഗുവേരയെയും ഗാന്ധിയെയും എങ്ങനെയാണോ എതിർത്തത്, തള്ളിപ്പറഞ്ഞത്, അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ ന്യായീകരിച്ച് എങ്ങനെ മാതൃകയാക്കണം എന്നതിനെക്കുറിച്ചുള്ള CKPയുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. കമലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്നുകൂടി. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത്, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പ്രചരണ യാത്രയിൽ ഉന്നയിച്ച 3 വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ മാധ്യമങ്ങളുടെ ഒരുക്കിയിട്ടുള്ള ഒരു ചതിക്കുഴിയിൽ ആളുകൾ വീണതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത്തരത്തിലൊരു ചർച്ച അത് BJPക്ക് ഗുണം ചെയ്യുമോ? അല്ല, കേരളം പോലെയുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പിന്നെ
എന്താ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകതയുള്ളത്? ശരിയാണ്, കേരളം കുറേ കൂടി സാംസ്കാരികമായും രാഷ്ട്രീയമായും പ്രബുദ്ധതയാർജിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളൊരു വിഷയം, ഇപ്പോഴേ ഇവിടെ നിന്ന് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചില വൈകാരികമായ ചില മുഹൂർത്തത്തിൽ പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ എന്നതിൽ കവിഞ്ഞ് അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ സിനിമാ രംഗത്തെ വളരെ സർഗ പ്രതിഭയാണ് ശ്രീ കമൽ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചറിയാം. അദ്ദേഹം കൊടുങ്ങല്ലൂരിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തറവാട്ടിലെ സന്തതിയാണ് അദ്ദേഹം എപ്പോഴും ആ ഒരു സാംസ്കാരിക പാരമ്പര്യം അദ്ദേഹം എപ്പോഴും വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരുപാട് നല്ല ഒന്നാന്തര സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇപ്പോഴ് ഗദ്ദാമ എന്ന് പറയുന്ന ഒരു സിനിമ, അത് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ആ പ്രയാസങ്ങൾ അതിൻ്റെ പൂർണ്ണമായ തീവ്രതയോടും പൂർണ്ണമായ കലാസുഭഗതയോടും കൂടി ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു സിനിമയാണ് ഗദ്ദാമ. അതുപോലെ തന്നെ ഈ പുഴയും കടന്ന്, പെരുമഴയത്ത് എന്ന് തുടങ്ങി വളരെയധികം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ വളരെ സർഗാത്മകമായ രീതിയിൽ ആവിഷ്കരിച്ച് സിനിമാ രംഗത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അത്തരം സംഭാവനകൾ ആർക്കും തന്നെ നിഷേധിക്കാൻ വേണ്ടി സാധ്യമല്ല. ഒരുപക്ഷെ പലരും നടത്തുന്ന ദേശസ്നേഹ ഈ പ്രസംഗത്തെക്കാൾ വലിയ സ്വാധീനമുള്ള ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. MT കുറിച്ച് CKP പറഞ്ഞത്, MTയുടെ മറ്റ് സാഹിത്യ സൃഷ്ടികളുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു വലിയ സർഗാത്മക പ്രതിഭയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ വാസ്തവത്തിൽ മലയാള സാഹിത്യത്തെ വിശ്വത്തോളം തന്നെ ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വലിയ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം, MT വാസുദേവൻ നായർ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. MT ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നതിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകൾ അത് കല്ലെറിഞ്ഞു കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ നേരെ നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. MTയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊന്നും തന്നെ BJPയുടെ നേതാക്കന്മാർ വിമർശനപരമായി പറഞ്ഞിട്ടില്ല. സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് നമുക്ക് പറയാം. MT വിമർശനത്തിന് അതീതനായ ഒരു വ്യക്തിയൊന്നുമല്ല MT വാസുദേവൻ നായർ. അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പല രചനകളും വളരെ വിശ്വ നിലവാരമുള്ള ഒന്നാന്തരം രചനകൾ അദ്ദേഹം MT വാസുദേവൻ നായർ നടത്തിയിട്ടുണ്ട്. ചെഗുവേരയെ കുറിച്ച് CKP പറഞ്ഞതും സംഘപരിവാർ നിലപാടുകൾക്കുള്ള വലിയ തിരിച്ചടിയാണ്. ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള ഒരാളാണ്, ഒരു നേതാവാണ് എന്ന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചെഗുവേരയാണ്. ചെഗുവേരയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ചെഗുവേര എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ആ അഭിപ്രായത്തോട്, ഇപ്പോൾ ചെഗുവേരയ്ക്കെതിരെ വരുന്ന വിമർശനങ്ങളോട്, ചെഗുവേരയ്ക്കെതിരെ പറഞ്ഞ ഒരു കാര്യം അറിയാലോ, RSS അടക്കം പറയുന്ന കാര്യം, അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? പണ്ട് ചെഗുവേരയോടുണ്ടായിരുന്ന ആരാധന തന്നെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. പ്രതികരണം പോലും അർഹിക്കാത്ത വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറിയുടെ ഒന്ന് വായിക്കട്ടെ, ഓരോ ദിവസം എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഈ വിമോചനത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗം സായുധ വിപ്ലവത്തിൻ്റെ മാർഗമാണ്. ഈ സായുധ വിപ്ലവത്തിൻ്റെ മാർഗം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ഇപ്പം ഗാന്ധിജിയുടെ മാർഗം അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ട്. അതുപോലെ സായുധ വിപ്ലവത്തിൻ്റെ മാർഗം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ചെഗുവേരയുടെ ഒരു പ്രത്യേകത, ചെഗുവേര ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അലോപ്പതി ഇംഗ്ലീഷ് ഡോക്ടറാണ് ചെഗുവേര. അദ്ദേഹം ഫിഡൽ കാസ്ട്രോടൊപ്പം ഈ ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലുണ്ടല്ലോ, ആ കപ്പലിൽ ക്യൂബയിൽ വരികയാണ്. ക്യൂബയിലെ ഈ ബാറ്റിസ്റ്റ ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയായിരുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിപ്ലവ പരിപാടികളുമായി ആവിഷ്കരിച്ചുകൊണ്ട് ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലിൽ കാസ്ട്രോയുടെ കൂടെ വന്ന് ക്യൂബയിൽ ഇറങ്ങിയാണ്. സായുധ വിപ്ലവത്തിൻ്റെ മാർഗ്ഗമാണ് ഗറില്ല വാർഫെയർ. ഈ ഗറില്ല വാർഫെയറിനെയൊക്കെ അതിൻ്റെ ഗറില്ല വാർഫെയർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് എന്നും പറയാം. മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹം ബൈ പ്രൊഫഷണൽ ഡോക്ടറാണ്. അദ്ദേഹം
ഈ കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് വെട്ടിയിട്ടുണ്ട്. ഈ വിപ്ലവ മാർഗത്തിൽ, സായുധ വിപ്ലവത്തിൻ്റെ മാർഗത്തിലേക്ക് പോയി സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ജനാധിപത്യ രീതിയിലുള്ള ഗാന്ധിയൻ സത്യാഗ്രഹമല്ല, അവരുടെ വേറൊരു രീതിയാണ്. അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് വെട്ടുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുറമുഖത്ത് ചുമട് ചുമക്കുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് തൊഴിലാളി, യഥാർത്ഥത്തിലുള്ള തൊഴിലാളി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം ഒക്കെ കഴിഞ്ഞ് ക്യൂബ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം ഫിഡൽ കാസ്ട്രോ വളരെ സമുന്നതമായൊരു പദവിയാണ് ചെഗുവേരയ്ക്ക് കൊടുത്തത്. വിദേശകാര്യ വകുപ്പ് അടക്കമുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ലോക സഞ്ചാരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യൂബയുടെ വിദേശ വകുപ്പ് മന്ത്രി വരുന്ന സമയത്ത് അതിന് അനുസരിച്ചിട്ടുള്ള സ്വീകരണങ്ങളും സൗകര്യങ്ങളുമൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ആ അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ഉള്ള സമയത്താണ് ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ഫിഡൽ കാസ്ട്രോവിന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോവുകയാണ്. ഈ കത്ത് ഇപ്പോഴും തുറന്ന് നോക്കരുത്, പിന്നീട് മാത്രമേ തുറക്കാവൂ എന്ന് പറഞ്ഞു ഒരു കത്ത് എഴുതി വെച്ചിട്ട് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കാടുകളിൽ പോയിട്ട് അവിടെ ഗറില്ല വാർഫെയർ നടത്തി അദ്ദേഹം. ആ ഗറില്ല സമരമുറയിൽ കൂടിയിട്ട് നടത്തി. പിന്നെ അദ്ദേഹത്തെ ഇവരുടെ അമേരിക്കൻ CIA ആളുകൾ വന്ന് പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചു കിട്ടിയതിന് ശേഷം വെടിവെച്ച് കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈ വെട്ടി മുറിച്ചിട്ടാണ് മാറ്റിയിട്ടാണ് ആ മൃതശരീരം അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ ഈ വിപ്ലവമൊക്കെ നടത്തി, സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടത്തി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അധികാരത്തിൻ്റെ ഒരു അലങ്കാരവും ആഘോഷവും അതിൻ്റെ സുഖസൗകര്യങ്ങളുണ്ടല്ലോ, ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ പുറത്ത് ആരും കിടക്കില്ല. അത് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ രാജ്യത്തൊക്കെ കാണുന്നത്. അതിപ്പോൾ ഇതൊക്കെ പറയുന്ന ആളുകൾ ഒരു ഇരിക്കുന്ന കസേരയുണ്ടല്ലോ, അധികാര കസേര, ആ കസേരയിൽ ഒട്ടി ഇരുന്നു കൊണ്ട് അത് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരാക്രമങ്ങളും അക്രന്തരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏണസ്റ്റ് ചെഗുവേര അദ്ദേഹം ഈ വിപ്ലവം നടന്നതിന് ശേഷം ബൊളീവിയൻ കാടുകളിലേക്ക് ഗറില്ല യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോകുന്നത്. ആ ഗറില്ല തന്ത്ര യുദ്ധം അവിടെ ഉള്ള ചെഗുവേര ഡയറി ഉണ്ട്. ബൊളീവിയൻ ഡയറി വായിക്കണം. ഞാൻ യുവാക്കന്മാരോട് പറയുന്നതാണ്. ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു. അതിലൊരു മാറ്റവും തയ്യാറല്ല. ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം അല്പസമയത്തിനകം. ഇപ്പോൾ ചെഗുവേരയെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയായിരുന്നു CK പത്മനാഭൻ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണോ ഈ സംസാരിക്കുന്നത് എന്നാണ് സംശയിക്കുക ചിലർ. ശബ്ദം മാത്രമാണ് കേൾക്കുക എങ്കിൽ. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ കൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ടെലിഫോൺ ലൈനിൽ. അദ്ദേഹത്തിലേക്ക് ആദ്യം ഒന്ന് പോയിട്ട് മറ്റതിലേക്ക് വരാം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അങ്ങ് കേട്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വാക്കുകളല്ല ഇപ്പോൾ കേട്ടത്. BJPയുടെ വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന CK പത്മനാഭൻ ഇപ്പോൾ പറഞ്ഞതാണ്, ചെഗുവേരയെക്കുറിച്ച് പറഞ്ഞതാണ് അങ്ങ് ഏറ്റവും ഒടുവിൽ കേട്ടത്. സംഘപരിവാർ നിലപാടുകളെ എല്ലാം തള്ളിക്കൊണ്ട് കമലിനെയും MTയെയും ഗാന്ധിയെയും ചെഗുവേരയെയും കുറിച്ച് ഈ സന്ദർഭത്തിൽ ശ്രീ CK പത്മനാഭൻ പറയുന്നതിനെ എങ്ങനെ CPM നോക്കിക്കാണുന്നു? CK പത്മനാഭൻ എന്ന BJP നേതാവ് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന BJPയിലെ അപൂർവം ആളുകളിൽ ഒരാളാണ്. ബാക്കി വർഗീയ നിലപാടുകൾ സ്വീകരിച്ച് അതിന്റെ ഭാഗമായിട്ട് നിന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും എല്ലാം പറയുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബൊളീവിയൻ ഡയറി ഉൾപ്പെടെയുള്ള ചെഗുവേരയുടെ പ്രധാനപ്പെട്ട പുസ്തകം, ഒളിവിൽ താമസിക്കുമ്പോഴുള്ള പുസ്തകം ഉൾപ്പെടെ വായിച്ച് ഞങ്ങൾ 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും CKPയും ഒരുപാട് സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം എന്നോട് തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. നന്നായിട്ട് വായിക്കണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം എന്നോട് തന്നെ പല പ്രാവശ്യം പല സെമിനാറുകളുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വിഷയങ്ങൾ പഠിക്കാനും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം നിലപാടുകൾ സ്വീകരിക്കാനും ഒക്കെ തയ്യാറുള്ള ഒരാളാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ CK പത്മനാഭൻ ഇപ്പോൾ അങ്ങയോട് അന്ന് പറഞ്ഞ ആ വായനയുടെ പൂർത്തീകരണം ഇപ്പോഴാണ് നടത്തിയിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം അത് തിരിച്ചറിയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ BJPക്കുള്ള ഒരു താക്കീത് നൽകുക എന്ന തലത്തിലാണോ കാണേണ്ടത്? എനിക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തോട് സംസാരിച്ചാൽ മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇത് നേരത്തെ KKGയെ പറ്റി പറഞ്ഞിട്ടുണ്ട്,
അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോ CKP ഇപ്പോ പറയുന്ന ഒരു കാര്യം എന്ന് മാത്രം രീതിയിൽ എടുക്കേണ്ടിയില്ല. മുമ്പ് മുതൽ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ണൂരിലൊക്കെ നിരവധി സെമിനാറുകളിലൊക്കെ ഞങ്ങൾ അന്നേരം ഒന്നിച്ച് പങ്കെടുക്കുന്നു. ഇപ്പോഴും സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ കുറച്ചു പോയല്ലോ. അന്ന് വളരെ കൂടുതൽ സിമ്പോസിയങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചും അതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് AKGയെ സംബന്ധിച്ച്, ചെഗുവേരയെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമുള്ള പരാമർശങ്ങൾ BJPയുടെ നേതാവായി ഇരിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോ CKP ഇപ്പൊ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം തുടർന്നു വന്ന ഒരു നയത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ട് വായനയുടെ ഭാഗമായിട്ട് ഒക്കെ നേടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പരസ്യമായിട്ട്, പ്രത്യേകിച്ച് സംഘപരിവാർ വിഭാഗം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ട് തന്നെ ഇപ്പോൾ MDയെ പറ്റി പറഞ്ഞത് ഹിമാലയ തുല്യമായ സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ശരിയാണ്. ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ സാംസ്കാരിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോവലോ കഥയോ അതുപോലെ തന്നെ സിനിമയോ തിരക്കഥയോ സംവിധാനമോ ഏത് തലമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് MDയെ മറച്ച് അപ്പുറം പറയാൻ പറ്റുന്ന ഒരാളും കയറി വന്ന അവാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ വേറൊരാളും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളത് സത്യമാണ്. എല്ലാ കാലത്തും പ്രതിബദ്ധതയോടുകൂടി, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുകയും അതിനു വേണ്ടിയിട്ട് എഴുതുകയും അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് മലയാളി സമൂഹത്തിലെ ആരെക്കാളും മുമ്പന്തിയിൽ നിർത്താൻ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായർക്ക് ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ദേശാഭിമാനി അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ പോയി, ഞാനും KKയും കൂടി. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ, അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, പഠിക്കുന്ന, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന, ഏറ്റവും സജീവതയോടുകൂടി സക്രിയമായ രീതിയിൽ തുടരുന്ന ഒരാളാണ് സാംസ്കാരിക മേഖലയിലെ നായകന്റെ പട്ടികയിലെ MT വാസുദേവൻ നായർ. ആ MTയെ BJPയുടെ ചില ആളുകൾ അദ്ദേഹത്തിന് എന്ത് അവകാശമാണ് നോട്ട് പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ എന്ന് ചോദിച്ചത് അല്പത്വം മാത്രമാണ്. അങ്ങനെ ചില ഭ്രാന്തൻ നിലപാടുകൾ സ്വീകരിക്കുന്ന ചില ആളുകളുണ്ട്. കമലിനെ പറ്റി അതുപോലെ തന്നെയാണ്. ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സംവിധായകനാണ് കമൽ. ആ കമൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മുസ്ലിം ആണോ എന്ന് സംശയം ജനിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് കമലിന്റെ ഒപ്പം ചേർത്ത് മുസ്ലിം നാമധാരിയാണെന്ന് വരുത്താൻ വരെ നിലപാടുകൾ സ്വീകരിക്കുന്ന മൃഗീയ വർഗീയതയുടെ വക്താക്കളാണ്. എന്തായാലും മറ്റതിഥികളിലേക്കൂടെ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന അതേ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീ CK പത്മനാഭന്റെ വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ എവിടെയാണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. BJPയിലെ മറ്റു നേതാക്കൾ എങ്ങനെ അതിനെ കാണും എന്നാണ് ഇനി അറിയേണ്ടത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇപ്പോൾ ഉണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്താണ് CK പത്മനാഭൻ ഈ തുറന്നു പറച്ചിലിലൂടെ ഇപ്പോൾ BJPക്ക് നൽകുന്ന സന്ദേശം? ലാല, ഇവിടെ CKPയുടെ അഭിപ്രായം, അദ്ദേഹം നമുക്കറിയാം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് CKP. അപ്പോൾ CKP ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷനായി അതോടൊപ്പം പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസത്തോട് തോന്നിയിട്ടുള്ള വികാരങ്ങൾ ഒരിക്കലും തെറ്റാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എന്തോ തെറ്റ് കണ്ടതിൻ്റെ പരിണിതഫലമാണ് അദ്ദേഹം BJPയുടെയും RSSൻ്റെയും ഒക്കെ ഭാഗമായി പിന്നീട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്ത് ചെഗുവേരയെക്കുറിച്ച്
അദ്ദേഹം ചിന്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇപ്പോഴുടെ കൂടെ വന്ന് പഴയ തെറ്റുകളൊക്കെ തിരുത്തിയ CK പത്മനാഭനാണല്ലോ. ഇപ്പോൾ അദ്ദേഹം പണ്ട് കാലത്തെ ഓർമ്മകളിലേക്കൊന്ന് പോവുകയായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 3 ദിവസങ്ങളായി നിങ്ങൾ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി കേരളത്തിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന യാത്രകളിൽ സംഭവിച്ച വീഴ്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ യാത്രകളിൽ ചർച്ച ചെയ്യാനിരുന്ന 3 കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തില്ല. പകരം വന്ന കാര്യങ്ങൾ 4 പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് സംഘപരിവാർ എടുത്ത നിലപാടുകളാണ് ചർച്ചയായത്. അത് 4ഉം സംഘപരിവാറിന്റെ നിലപാടുകൾ തെറ്റാണ് എന്ന്. കമലിനെ കുറിച്ച് പറഞ്ഞത് തെറ്റ്, MT കുറിച്ച് പറഞ്ഞത് തെറ്റ്, ചെഗുവേരയെ കുറിച്ച് പറഞ്ഞത് തെറ്റ് എന്ന് മാത്രമല്ല കേരളത്തിലെ യുവാക്കൾ ചെഗുവേരയെ ആരാധിക്കണം എന്ന് കൂടി പറയുമ്പോൾ CK പത്മനാഭൻ ആ പഴയ കാലത്തിലേക്ക് തിരിച്ച് ഭൗതികമായും പോയി കഴിഞ്ഞോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ലേ, ഇവിടെ ഇപ്പോൾ ചെഗുവേരയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്ന കൊലപാതകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ കൊലപാതകം അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന് പോസിറ്റീവായ ജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന കുറേയേറെ നല്ല വശങ്ങളുമുണ്ട്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം തോന്നിയിട്ടാണ്. അതേ അഭിപ്രായമാണ് CKPക്ക് തോന്നിയത്. ഈ ഏകാത്മ മാനവ ദർശനത്തിൽ ഏതിൻ്റെയും നല്ല വശങ്ങളെ നോക്കിക്കാണാനാണ് പറയുന്നത്. അപ്പം ചെഗുവേരയ്ക്ക് നല്ല വശവും ഉണ്ടാകും, മോശം വശവും ഉണ്ടാകും. അതിന്റെ നല്ല വശങ്ങളെ CKP നോക്കിക്കൊണ്ട് അങ്ങനെയല്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഈ ചെഗുവേരയെ കുറിച്ച് മാത്രം എടുത്ത് പറഞ്ഞാൽ തന്നെ ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ CK പത്മനാഭൻ പറയുന്നത് BJPയുടെ ചില നേതാക്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്, അതിനെ ഗണിക്കരുത്, അതിനെ തള്ളിക്കളയുക, അവരൊക്കെ ഏതോ മൂഢസ്വർഗത്തിലാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ നല്ല വശങ്ങളെ മാത്രം പുകഴ്ത്തുകയും മറ്റേ വശങ്ങളെ എടുത്തു കളയുമല്ല ചെയ്തത്. സംശയമുണ്ടെങ്കിൽ മറുപടി മരുന്ന് CK പത്മനാഭൻ തന്നെ രാധാകൃഷ്ണ മേനോന് പറഞ്ഞു തരുന്നുണ്ട്. ബൊളീവിയൻ ഡയറി വായിക്കൂ. അല്ലേ, ഇവിടെ CKP പറഞ്ഞതിനോടുള്ള അഭിപ്രായ വ്യത്യാസമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ CKPയുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അതേപോലെ രാധാകൃഷ്ണ മേനോൻ എന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. രാധാകൃഷ്ണന്റെ അഭിപ്രായം പറയാൻ. രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്നു മുതൽ കോൺഗ്രസ് പാർട്ടിയായി മാറിയോ എന്നൊരു സംശയമുണ്ട്. അവിടെ അത് നിൽക്കട്ടെ. പക്ഷെ എൻ്റെ സംശയം അതല്ല. ശ്രീ കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണ്? ഈ വിവാദ വിഷയങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു, ഇനി ഇത് പൊതു ചർച്ചയാക്കരുത് എന്നാണ്. CK പത്മനാഭൻ ഇന്നാണിത് പീപ്പിൾ TVയോട് പറഞ്ഞത്. അല്ല, ഇത് സംബന്ധിച്ച് ഇപ്പോൾ MD വാസുദേവൻ നായരെ സംബന്ധിച്ച് മോശമായ ഒരഭിപ്രായം നമ്മുടെ നാട്ടിൽ ആർക്കാ ഉള്ളത്? അതല്ലെങ്കിൽ വ്യക്തിപരമായി കമലിനെ സംബന്ധിച്ച് മോശമായ അഭിപ്രായമുള്ളത് ആരാണെന്ന് ശ്രീ രാധാകൃഷ്ണ മേനോൻ സംശയമുണ്ടോ? ശ്രീ AN രാധാകൃഷ്ണൻ എന്ന ഒരു പേര് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയാം. അദ്ദേഹത്തിന് ജയ് വിളിച്ചുകൊണ്ട് നടക്കുന്ന BJP നേതാക്കൾ, ചെറിയ നേതാക്കൾ ഒക്കെ ഉണ്ട്. വലിയ നേതാക്കളുടെ പേര് ഇനി ഞാൻ കണ്ടെത്തി പറയണം. കൊടുങ്ങല്ലൂരിൽ ചാണകം തളിച്ചവരുണ്ട്. ഇതൊക്കെ അങ്ങേക്ക് സംശയമുള്ള BJPക്കാർ തന്നെയാണ്. അല്ല, എനിക്ക് പറയാൻ സമയം തന്നാൽ ഞാൻ പറയാം. അതായത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ കമലിനെയോ അല്ലെങ്കിൽ MD വാസുദേവൻ നായരെയോ പാകിസ്ഥാനിലേക്കൊന്നും പറഞ്ഞു വിടണം എന്ന അഭിപ്രായം BJPക്കോ RSSനോ വ്യക്തിപരമായി എനിക്കോ ഇല്ല. മറിച്ച് പാകിസ്ഥാൻ കൂടി ഇന്ത്യയുടെ ഭാഗമാകണം എന്നുള്ള അഭിപ്രായമാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ AN രാധാകൃഷ്ണ മേനോനെ പുറത്താക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടി വിരുദ്ധമായി പാർട്ടി ആശയക്കുഴപ്പത്തിലാക്കി കഴിഞ്ഞ CK പത്മനാഭനെ പുറത്താക്കണം. ഏതാണ് നടക്കുക എന്നാണ് തിരിച്ചറിയേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, അങ്ങയുടെ ഒരു ചെറിയ അഭിപ്രായം ഈ ഘട്ടത്തിൽ എടുത്തിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ശ്രീ മുഹമ്മദ് റിയാസ്, BJPയുടെ ഈ വിശദീകരണത്തെക്കുറിച്ച് CKPയുടെ വാക്കുകളെ വിശദീകരിച്ചുകൊണ്ട്. CK പത്മനാഭൻ എന്ന് പറഞ്ഞ അഭിപ്രായം നേരത്തെ തന്നെ ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം പറയുന്നതാണ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ലോകത്തിൻ്റെ ചരിത്രവും കൃത്യമായി മനസ്സിലാക്കുന്നവർ അംഗീകരിക്കുന്ന കാര്യവുമാണ്. ചെഗ്വേരയുടേതായാലും കലാകാരന്മാരുടേതായാലും അതിനോട് എന്നും ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്ന ഇവർ എടുത്തിരുന്ന സമീപനമായാലും ഒക്കെ പരിശോധിച്ചാൽ എന്താണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വിഷയം ലാലിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇവിടെ CK പത്മനാഭൻ പറഞ്ഞ അഭിപ്രായം, ആ അഭിപ്രായം ഒരു തരത്തിലും
BJP അഥവാ RSS പിന്തുടരുന്ന ആശയത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രതികരണങ്ങളുമായി ഒന്നിക്കുന്നതല്ല, പൊരുത്തപ്പെടുന്നതല്ല, അതിന് വൈരുദ്ധ്യമുണ്ട്. ഇപ്പം കലാകാരന്മാരോട് ഇവരുടെ സമീപനം ഇത് ആദ്യത്തേതല്ല. ശ്രീ MT വാസുദേവൻ നായർ ആര് എന്ന് ഇനി ഞാൻ വിശദീകരിക്കേണ്ട, നമുക്കൊക്കെ അറിയാം, അതുകൊണ്ട് സമയം ഞാൻ കളയുന്നില്ല. കമലിനെ കുറിച്ച് പറഞ്ഞ സമയം കളയുന്നില്ല. കൽബുർഗി, ബൻസാരെ ഉൾപ്പെടെയുള്ള കലാകാരന്മാരോട് ഇവരെടുത്ത സമീപനം അറിയാം, കൊലപ്പെടുത്തി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവർ പിന്തുടരുന്ന തത്വശാസ്ത്രം അത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഫാസിസ്റ്റ് രീതി ഒരിക്കലും അവരുടെ നയത്തിനും നിലപാടിനും എതിരെ നിലകൊള്ളുന്നവരെ സഹിഷ്ണുതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതല്ല. ജനാധിപത്യം അവർക്ക് തൊട്ടു നീണ്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇതിന് തികച്ചും വിപരീതമായ ഒരു അഭിപ്രായം ഇവിടെ അവരുടെ ഒരു ചെറിയ നേതാവല്ല, മുമ്പ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന BJPയുടെ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞ ആശയം, ആ പറഞ്ഞ അഭിപ്രായം ശരിയാണ്, അതിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ BJPക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്ത് എന്ന് അറിയണം എന്നിവിടെ ലാല് പറഞ്ഞു. BJPക്ക് ഒരിക്കലും CK പത്മനാഭൻ്റെ അഭിപ്രായത്തോടെ യോജിക്കാൻ പറ്റില്ല. BJP പിന്തുടരുന്ന അല്ലെങ്കിൽ RSS പിന്തുടരുന്ന തത്വശാസ്ത്രം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ പാകിസ്ഥാനെ കുറിച്ചൊക്കെ പറഞ്ഞു, അജണ്ടയുമായി ബന്ധമില്ലാത്തതാണ്. എന്തും ആയിക്കോട്ടെ, പാകിസ്ഥാൻ അഥവാ ദ്വരാഷ്ട്രവാദം ആദ്യം ഉന്നയിക്കപ്പെട്ടത് തന്നെ ബംഗാളിലെ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരാണ്. പിന്നെ ഇവരുടെ പ്രിയപ്പെട്ട നേതാവാണ് പുസ്തകത്തിലൂടെ അത് എഴുതിയത്. അതിനുശേഷമാണ് മുഹമ്മദ് അലി ജിന്നയും അന്നത്തെ മുസ്ലിം ലീഗും 1939-ലും 1940-ലും ഇങ്ങനൊരു രാജ്യം വേണമെന്നുള്ള ദ്വരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യക്തമാണ്. എന്നാൽ ഇവിടെ എന്തിനായിരുന്നു ഈ ജാഥ? ഈ ജാഥ ശ്രീ നരേന്ദ്രമോദിയുടെ തെറ്റായ നിലപാട് രാജ്യമാകെ പ്രതിഷേധത്തിന് കാരണമായപ്പോൾ, കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമായപ്പോൾ ഉയർന്നു വന്നപ്പോൾ, അതല്ല മോഡിജി ശരിയായ അർത്ഥത്തിൽ ചെയ്ത കാര്യമാണെന്ന് വിശദീകരിക്കേണ്ട ജാഥ അത് പറയാൻ തയ്യാറായില്ല. അത് പറയാൻ പറ്റില്ല. കാരണം ഡിമോണറ്റൈസേഷൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നുള്ള ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തലുകൾ വരുന്നു. കറൻസി രഹിത നയം തന്നെ ഇത്തരം കാർഡ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് പുറത്തു വരുന്നു. ഇത് നവ ഉദാരവൽക്കരണത്തിന് ഉൽപ്പന്നമാണെന്ന് വരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാൻ എനിക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ റിയാസ് ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കേറ്റ തിരിച്ചടി മറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ BJP നേതാക്കൾ സാംസ്കാരിക നായകരെയും ചെഗുവേരയെ പോലെയുള്ള നേതാക്കളെയും തള്ളിക്കൊണ്ട് പറഞ്ഞതിനെ ഇപ്പോൾ CK പത്മനാഭനെ പോലെ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അതിനെ തള്ളി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ CK പത്മനാഭൻ തള്ളുന്നത് ആരെയാണ്? സംസ്ഥാന BJP നേതാക്കളെയാണോ നരേന്ദ്രമോദിയെ ആണോ? ശ്രീ രാധാകൃഷ്ണ മേനോൻ മറുപടി. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ആരെയും പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടാനുള്ള നിലപാടുള്ള പ്രസ്ഥാനങ്ങളല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ നടത്തുന്ന ഒരു കള്ളപ്രചരണം എന്നതിൽ കവിഞ്ഞ് ആരെയെങ്കിലും പാകിസ്ഥാനിലേക്ക് വിടുക എന്നൊരു അജണ്ട ഈ പ്രസ്ഥാനങ്ങൾക്കില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയി ചോദ്യം ചോദിക്കട്ടെ. CK പത്മനാഭൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടത് വെച്ചിട്ട് നമുക്കൊരു ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, CKP പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന ഘടകത്തിന് ഈ യാത്ര നടത്തിയ വേളയിൽ വീഴ്ച പറ്റിയോ? യാത്രയെ സംബന്ധിച്ച് ഇന്നലെയാണ് യാത്ര സമാപിച്ചത്. യാത്ര എല്ലാ പ്രദേശത്തും ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഒരു വലിയ വിജയം തന്നെയായിരുന്നു. അപ്പം ആ നിലയിൽ വളരെ ലളിതമായിരുന്നു എൻ്റെ ചോദ്യം. CK പത്മനാഭൻ പറഞ്ഞു ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ നേടിയില്ല. 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നത്, അത് നടന്നില്ല. ഇപ്പോൾ റിയാസൊക്കെ പറയുന്നത് പോലെയാണ്, റിയാസം പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങളുടെ യാത്ര കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, അതിനൊരു പുകമറയായിരുന്നു ഉദ്ദേശം എന്നുള്ളതാണ്. CKP പറയുന്നതും കേൾക്കുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. എന്താണ് ഈ വ്യത്യാസം? CKP പറഞ്ഞതിൽ നിന്നും റിയാസ് പറഞ്ഞതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്? അല്ല, ഞാൻ ആ യാത്രയിൽ പല പ്രദേശങ്ങളിലുമുള്ള പരിപാടികളിൽ പങ്കെടുത്തയാളാണ്. ഉദ്ഘാടനത്തിനുണ്ടായി, സമാപനത്തിനുണ്ടായി, ഒട്ടേറെ പരിപാടികളിൽ ഇടയ്ക്ക് പങ്കെടുത്തു. അവിടെയെല്ലാം ബഹുജന പങ്കാളിത്തം കൊണ്ടും ജനങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടും യാത്ര വിജയം തന്നെയായിരുന്നു.
പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളും ഇതര മാധ്യമങ്ങളും ഒക്കെ വിലയിരുത്തും. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് സി കെ പത്മനാഭൻ പറഞ്ഞത് ശരിയോ തെറ്റോ? സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോഴല്ലേ വരും. അല്ല, അത് സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്കൊരു വിലയിരുത്തൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തേണ്ട ഘടകമാണ്. ഈ യാത്രയിൽ ഉടനീളം പങ്കെടുത്ത യാത്രാ നായകരും അതിന്റെ ചുമതലക്കാരും അതേപോലെയുള്ള ആളുകളുടെ റിപ്പോർട്ട് വന്നാലേ. ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്തായാലും ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് അങ്ങ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് സി കെ പത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, പാർട്ടി കണ്ടെത്തേണ്ടതുണ്ട്. ബി.ജെ.പി അത് ചർച്ച ചെയ്യണം, പാർട്ടിയിൽ ചർച്ച ചെയ്യണം എന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് എന്ന് ഞാൻ വായിച്ചോട്ടെ. അല്ല, ഇതേ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോൾ CKP പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഇപ്പൊ ഇതേ അത് വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. ഇവിടെ 2 തവണ ഇപ്പൊ 7 മണിക്ക് ശേഷം അത് കേൾപ്പിച്ചു. കേട്ടില്ലെങ്കിൽ അത് കേൾപ്പിച്ചു തരാം. വിജയമായിരുന്നു. അല്ല, യാത്രയെ സംബന്ധിച്ച് യാത്ര ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടും വിജയമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. ബി.ജെ.പിയുടെ പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. അവിടെ ബഹുജനങ്ങളായിട്ടുണ്ടായിരുന്നവരൊക്കെ നിങ്ങൾ പോയ വഴിയിൽ അവിടെ കൂട്ടം കൂടി നിൽക്കേണ്ടി വന്നു. നിങ്ങൾ പോയിട്ടേ അവർക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഈ പങ്കാളിത്തമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വിജയം എന്നാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇപ്പോൾ പറയുന്നത്. അല്ല, എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ നോട്ട് പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബഹുജനങ്ങളുടെ ഇടയിൽ മന്ത്രി തോമസ് ഐസക് അടക്കമുണ്ടാക്കിയിരുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രചരണം. പിന്നെ എന്തിനാണ് സി കെ പത്മനാഭൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇപ്പോൾ സി കെ പത്മനാഭൻ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ MT-യെ കുറിച്ചും കമലിനെ കുറിച്ചും ചെഗുവേരയെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും സംഘപരിവാറിനൊരു നിലപാടുള്ളപ്പോൾ ബി.ജെ.പിക്ക് ഒരു നിലപാടുള്ളപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും, പീപ്പിൾ TV-യോട് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുമെന്ന് മനസ്സിലാക്കാത്ത ആളല്ലല്ലോ സി കെ പത്മനാഭൻ. എന്തിന് ഇങ്ങനെ പറഞ്ഞിരിക്കണം? അല്ല, ഇവിടെ പീപ്പിൾ TV കേൾക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾക്ക് ഈ കാര്യത്തെക്കുറിച്ചിട്ട് ഒരുപക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ ബി.ജെ.പി പ്രവർത്തകർക്കോ അതുമായി ബന്ധപ്പെട്ടവർക്കോ ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുമില്ല, വ്യക്തമായ ധാരണയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സി കെ പത്മനാഭൻ അങ്ങനെ ഒരു ചെറിയ നേതാവ് അല്ലല്ലോ ശ്രീ രാധാകൃഷ്ണ മേനോൻ. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും ഈ പറയുന്ന ബി.ജെ.പിക്കാരൊക്കെ തന്നെയല്ലേ. അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്ന് പറയുന്നവരും ഒക്കെ ഈ പറയുന്ന ബഹുജനങ്ങളിൽപ്പെട്ടവരല്ലേ. അദ്ദേഹത്തിന് കൂടെ ഒപ്പം ജയ് വിളിക്കുന്നവരും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരും നിങ്ങൾ ഈ പറയുന്ന ബി.ജെ.പിക്കാരൊക്കെ തന്നെയല്ലേ. അവരൊക്കെ അത്രയും പേരെങ്കിലും ഈ പറയുന്ന നിങ്ങൾ പറയുന്ന വാദത്തോടൊപ്പം അല്ല, CKP-യോടൊപ്പം തന്നെയാണ് എന്ന് വായിക്കേണ്ടി വരില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ CKP പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണോ എന്നുള്ളത് അദ്ദേഹം ഇനിയിപ്പോൾ വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം കോട്ടയത്ത് നടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാം. അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. അതേ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുവാനുള്ള അവകാശമുണ്ട്. ബി.ജെ.പി ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലാണ് പറയേണ്ടത്. സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെയാണ് പറയേണ്ടത്, ഇവിടെ പറയേണ്ടതല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ആ രംഗത്ത് ഈ അഭിപ്രായം പ്രകടമാവുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം വരുന്നത്. അതിനുശേഷമാണ് സംഘടനയുടെ ഒരു അഭിപ്രായം പുറത്തു വരാൻ പോകുന്നത്. അതുവരെ പുറത്തു വരുന്ന ഒരു അഭിപ്രായം സംഘടനയുടെ അഭിപ്രായമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിൻ്റെതായ വിലയിരുത്തലുണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചു വരാം. റിയാസിലേക്കുള്ള ചോദ്യം ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് തരികയാണ്. റിയാസ്, ഉത്തരം ആ ഇടവേള കഴിഞ്ഞാണ് അങ്ങേക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ ചെഗുവേരയെ കുറിച്ച് പറഞ്ഞത് ആരാധിക്കണം ഇവിടുത്തെ ചെറുപ്പക്കാർ എന്നാണ് സി കെ പത്മനാഭൻ പറഞ്ഞത്. അത് മുൻപ് AN രാധാകൃഷ്ണൻ പറഞ്ഞത് ഇവിടുത്തെ ചിത്രങ്ങളെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് ചെഗുവേരയുടെ എടുത്തു മാറ്റണം എന്നാണ്. ബി.ജെ.പി അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് കണ്ടില്ല. MT-യെ കുറിച്ച് പറഞ്ഞത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. കമലിനെ കുറിച്ച് പറഞ്ഞതും ഇപ്പോൾ CKP പറഞ്ഞത് എന്താണെന്നുള്ളത് ഒന്ന് സ്പർശിച്ചു പോയി. റിയാസും പറഞ്ഞതാണ്. ഗാന്ധിയെക്കുറിച്ചുള്ള സംഘപരിവാറിൻ്റെ നിലപാടുകൾ നമ്മളിങ്ങനെ പല കാലങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. ഇതൊക്കെ CKP ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത്, സംസ്ഥാന സമ്മേളനമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു പോകുന്നത് എന്ത് ആഭ്യന്തരമായ തർക്കങ്ങളാണ് ബി.ജെ.പിക്ക് അകത്ത് ഇപ്പോൾ ഉടലെടുക്കുന്നത് എന്നതിൻ്റെ സൂചനയല്ലേ മുഹമ്മദ് റിയാസ്?
ഒന്ന് ബി ജെ പിയിലെ ആഭ്യന്തര സംഘർഷത്തെക്കുറിച്ച് വിശദമായി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനെ പോലെ തന്നെ ആഭ്യന്തര വിഷയങ്ങൾ രൂക്ഷമായ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. കോൺഗ്രസിനെ പോലെ അത് പരസ്യമല്ല, കോൺഗ്രസിന് പിന്നെ അതിലൊന്നൊരു മറയില്ല. ബി ജെ പിയിൽ രൂക്ഷമാണ്, അമർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില നേതാക്കന്മാർ ചാനലിൽ മാത്രം കാണുന്നു, സംഘടനയുടെ ഒരു പ്രവർത്തനത്തിലും കാണുന്നില്ല. ചില ആളുകൾ ചില രീതിയിൽ പോകുന്നൊക്കെ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നമാണ്, അത് വേറെ. ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം കേരളം പോലൊരു സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പല കാരണത്താൽ വ്യത്യസ്തമാണ്. അതൊന്ന്, കേരളം കുറെ കൂടി സെക്യുലറാണ്, മതനിരപേക്ഷതയോടുകൂടി വിഷയങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഹിന്ദുത്വ അജണ്ട ഒരിക്കലും കേരളത്തിൽ വില പോകില്ല, ഇന്ത്യയിൽ വില പോയിട്ടില്ല. ഹിന്ദുത്വ അജണ്ടയും ഹിന്ദു മതവും രണ്ടാണ്. ഹിന്ദുത്വ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി മതവർഗീയത ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് ഹിന്ദു മതവർഗീയതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഹിന്ദു മതം മറ്റു മതങ്ങളെപ്പോലെ തന്നെ സഹിഷ്ണുതയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന മതമാണ്. ഹിന്ദു മതവിശ്വാസി, ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിക്ക് ഒരിക്കലും ഹിന്ദുത്വ അജണ്ടയെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ വൈരുദ്ധ്യം എന്നും നിലനിൽക്കും. ഇതോടൊപ്പം നവ ഉദാരവൽക്കരണ നയവിരുദ്ധ വികാരമായിരുന്നു മോഡിജിയെ അധികാരത്തിലെത്തിച്ചത്. അല്ലാതെ മോഡിജിയുടെ പ്രസംഗമൊന്നും മാത്രമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റിന്റെ ലിബറലൈസേഷൻ പോളിസികൾക്കെതിരെയുള്ള വികാരം മോഡി ക്യാഷ് ചെയ്തു. അതാണ് വോട്ടായി മാറിയത്. അതാണ് 31% വോട്ടേ കിട്ടിയിട്ടുള്ളെങ്കിൽ അത് കിട്ടാൻ കാരണം. എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം അതേ നയം പിന്തുടരുന്നു. ഏറ്റവും അവസാനം ഡിമോണറ്റൈസേഷൻ പോലും നടപ്പിലാക്കാൻ കാരണം ബാങ്കിൽ പാവപ്പെട്ടവൻ അധ്വാനിച്ച് നിക്ഷേപിക്കുന്ന തുക അവന് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. പകരം ബാങ്ക് ആ പണം നൽകുന്നത് വൻകിട കുത്തകകൾക്ക് ബാങ്ക് കടം എഴുതി തള്ളുന്നു. അംബാനിമാർ, അദാനിമാർ, വിജയ് മല്യമാർ സൗകര്യം ചെയ്യുന്നു. ഇത് സാധാരണ ബി ജെ പി പ്രവർത്തകർ, ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ, കാര്യങ്ങൾ പഠിക്കുന്നവർ, ഉറക്കം നടിക്കുന്നവരല്ല, കാര്യങ്ങൾ പഠിക്കുന്നവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ ബി ജെ പിക്കകത്ത് പ്രശ്നമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യത്ത് കിട്ടിയ 31% ബി ജെ പി വോട്ട്, ആ വോട്ടിൽ ചെറു ശതമാനം മാത്രമാണ് ഹിന്ദുത്വ അജണ്ടയെ അംഗീകരിക്കുന്നത്. ഈ വൈരുദ്ധ്യമെന്നും ബി ജെ പിക്കകത്ത് നിലനിൽക്കും. അതാണ് ഇന്ന് നാം നേരിടുന്ന ബി ജെ പിയിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ റിയാസിലേക്ക് തിരിച്ചെത്താം. ചെറിയ ശബ്ദ തടസ്സം റിയാസിന് അനുഭവപ്പെടുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ റിയാസ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ നിരീക്ഷകർക്കും സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ബി ജെ പിയിൽ കേരളത്തിൻ്റെ ഘടകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശയപരമായ വൈരുദ്ധ്യങ്ങൾ, ഇത് പല കാലങ്ങളായി ബി ജെ പി അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വയുടെ പേരിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളിൽ തന്നെ പലരും പറഞ്ഞിട്ടും എഴുതിയിട്ടും ഒക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ CK പത്മനാഭൻ ഇങ്ങനെ ഒരു പ്രസ്താവന, ഒരു അഭിമുഖം നൽകുമ്പോൾ അതിൻ്റെ സന്ദർഭം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. CK പത്മനാഭൻ ആയതുകൊണ്ട് അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും പറയുന്നതാണ്, ഒരു തർക്കത്തിൻ്റെ ഭാഗമാകുന്നത് ആണ് എന്ന് കരുതാനാകില്ല. പക്ഷേ ബി ജെ പിക്ക് അകത്തുള്ള ഒരു ഘടകം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിക്ക് വേണ്ടി ഉള്ള തർക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. കുമ്മനം കേന്ദ്രത്തിലെ മന്ത്രിയായി പോകാൻ പോകുന്നു. അപ്പോൾ വളരെ ശക്തമായ ഹിന്ദുത്വ വികാരം ഉണർത്തുന്ന നേതാക്കൾക്കാണ് അവിടെ പകരം അധ്യക്ഷ പദവി ലഭിക്കാൻ സാധ്യതയുള്ളത്. അതിന് AN രാധാകൃഷ്ണൻ ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ അതിനെ എതിർക്കുന്ന വിഭാഗമുണ്ട്. ഇപ്പോൾ അതിനെ എതിർക്കുന്ന വിഭാഗത്തിന് ശക്തി കിട്ടുകയാണ് CK പത്മനാഭന്റെ ഈ വാദത്തോടു കൂടി എന്നാണ് ഒരു നിരീക്ഷണമുള്ളത്. എന്തു പറയും ശ്രീ രാധാകൃഷ്ണൻ? ഇവിടെ ലാല് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. റിയാസ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ഈ കണക്ഷനിലുള്ള തടസ്സം കൊണ്ടാണ്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ചെഗുവേരയെ സംബന്ധിച്ചോ മഹാത്മാഗാന്ധിയുമായി ചെഗുവേരയെ താരതമ്യം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കോ ബി ജെ പി അനുഭാവികൾക്കോ RSS പ്രവർത്തകർക്കോ ഒന്നും ഒരു കൺഫ്യൂഷനുമില്ല. കാരണം ചെഗുവേരയുടെ ചിത്രം തോക്ക് പിടിച്ചിട്ടല്ലാതെ, അക്രമത്തിൻ്റെ പ്രതീകമായിട്ടല്ലാതെ നമ്മുടെ രാജ്യത്ത് ആരും കണ്ടിട്ടില്ല. മഹാത്മാഗാന്ധി ഇവിടുത്തെ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് നാം കാണുന്ന ഒരു പ്രതീകമാണ്. അപ്പോൾ ആ നിലയിൽ ചെഗുവേരയെയും ഗാന്ധിജിയെയും കൂടെ നമുക്ക് എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതിനപ്പുറത്ത് ഇപ്പം ഇവിടെ ബി ജെ പിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ
തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം. അതാണ് ഞാൻ നേരത്തെ തന്നെ ലാലിനോട് പറഞ്ഞല്ലോ, അതൊക്കെ പാർട്ടിയുടെ സംഘടനാപരമായിട്ട് അതിൻ്റെ കമ്മിറ്റി കൂടുന്ന സമയത്ത് പ്രകടമാകുന്ന വിഷയമാണ്. പക്ഷേ അതിന്റെ കമ്മിറ്റി കൂടുന്ന സമയങ്ങളിലല്ല ഇപ്പോൾ ഇത് പ്രകടമാകുന്നത്. അതാണ് പ്രത്യേകത. അങ്ങ് പറയുന്നതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ കൊള്ളാം. പക്ഷെ ഇപ്പോൾ അത് ഏത് പാർട്ടിയിലാണെങ്കിലും, CPM-ലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും BJP-യിലാണെങ്കിലും ഒക്കെ ഒരു സംസ്ഥാന സമ്മേളനം വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഘട്ടത്തിൽ ഈ രീതിയിൽ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജനകീയമായ മുന്നേറ്റങ്ങൾ നടത്തുന്നതിലൊക്കെ വീഴ്ച പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആശയങ്ങളെ തന്നെ തള്ളിക്കൊണ്ട് ദേശീയ നിർവാഹക സമിതി അംഗമായ CK പത്മനാഭനെ പോലെ ഒരാൾ വരിക എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോഴുള്ള ഈ അഭിപ്രായ തർക്കങ്ങളിൽ ഒരു ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അവിടെയാണ് എന്താണ് അതിനകത്തൊരു നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണം കൈവിട്ടു പോവുകയാണോ പ്രശ്നങ്ങൾ എന്ന ചോദ്യം ഉയരുന്നത്. ലാലെ, നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി നോക്കി കാണുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോൾ AN രാധാകൃഷ്ണനെയും CKP-യെയും എല്ലാം വ്യക്തിപരമായി അറിയുന്ന ആളാണല്ലോ ഞാൻ, അവരുടെ സഹപ്രവർത്തകരാണല്ലോ. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും ഈ രണ്ടാളുകളെയും അറിയാം. ഇപ്പൊ ഇവർ രണ്ടാളും പറഞ്ഞതിന്റെ വസ്തുതകളും അറിയാം. പക്ഷെ BJP എന്ന പാർട്ടിയെ കുറിച്ചും നമുക്കൊക്കെ അറിയാമല്ലോ. ഈ പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ, അങ്ങ് തന്നെ പറഞ്ഞതുപോലെ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പറയുന്നത് അകത്തൊരു നിയന്ത്രണത്തിൽ പറ്റിയ പിഴവ് ഇനി ഇങ്ങനെ തുറന്നു പറഞ്ഞത് കൊണ്ടേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കുറേ കാലങ്ങളായി ഈ നോട്ട് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പലതും യോജിക്കാൻ പറ്റാത്ത നേതാക്കൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാർട്ടിയിൽ. കേരളത്തിൽ തന്നെ ഒരുപാട് സംസ്ഥാന തല നേതാക്കൾ, ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾക്ക് തുല്യമായ പദവിയിലുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനെ എതിർത്തവരാണ്. കേരളത്തിന് യോജിക്കാത്ത തരത്തിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കാത്ത BJP നേതാക്കൾ വളരെ ഏറെയുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ. നേതാക്കളുണ്ട്, അണികൾ മാത്രമല്ല. അവിടെയാണ് ചെഗുവേരയെ തള്ളിപ്പറഞ്ഞതിനെ ഒക്കെ, MTയെ തള്ളിപ്പറഞ്ഞതിനെ, കമലിനെ തള്ളിപ്പറഞ്ഞതിനെ ഒക്കെ നിങ്ങളുടെ ഒരു വലിയ വിഭാഗം നേതാക്കൾ തന്നെ അതിനെ എതിർക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന ചോദ്യം ഉയരും. അതിന് നിങ്ങൾ മാധ്യമങ്ങളെയോ നിരീക്ഷകരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. അല്ല, ഇവിടെ ഇന്നത്തെ ഒരു ഈ പ്രധാനപ്പെട്ട പ്രശ്നം NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ BJPക്ക് അനുകൂലമായ ഒരു മുന്നേറ്റം, വലിയ ഒരു പെർസെൻറ്റേജ് വോട്ട് നേടിക്കൊണ്ട് BJPയും NDAയും മുന്നിൽ വന്നപ്പോൾ തുടർന്ന് വരുന്ന ഇന്നത്തെ ഒരു സാഹചര്യം എന്തായാലും രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആകാൻ ശ്രമിക്കുക. ഇപ്പോൾ പിണറായി വിജയൻ കോൺഗ്രസിന്റെ ലൈൻ എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. CK പത്മനാഭൻ പറഞ്ഞത് മാത്രമേ എനിക്കും ശ്രീ രാധാകൃഷ്ണ മേനോനോട് പറയാനുള്ളൂ. ബൊലീവിയൻ ഡയറി വായിക്കുക. ഒപ്പം ഈ പൊതുജനങ്ങൾ അംഗീകരിക്കാത്ത പല കാര്യങ്ങളെയും CK പത്മനാഭൻ തള്ളിക്കളയാൻ പറയുന്നുണ്ട്, കമലിന്റെയും MTയുടെയും ഗാന്ധിയുടെയും ഒക്കെ കാര്യത്തിൽ. അതൊക്കെ അങ്ങനെ തന്നെ കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്ന CK പത്മനാഭന്റെ ആശയം പങ്കുവെക്കാനാകും. അതല്ലാതെ പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പാർട്ടി അത് ചർച്ച ചെയ്യേണ്ടി വരും വരുന്ന ദിവസങ്ങളിൽ. വളരെ നന്ദി ഈ ചർച്ചയിൽ ഈ ഘട്ടത്തിൽ പങ്കെടുത്തതിന് ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നിലപാടുകൾ സ്വാശ്രയ കോളേജുകൾക്ക് ഗുണകരമാകുന്നതാണോ?